സരസു ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, മുൻപ് ടീച്ചറിനെതിരെയും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ചില പരിപാടികൾ ഈ SFIയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അന്നത് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യുകയും വലിയ പ്രതിഷേധം ഈ കുട്ടി സഖാക്കൾക്കെതിരെ ഉണ്ടായതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതൊന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം മറന്നിട്ടില്ല. ഇപ്പോൾ നോക്കൂ, കാലടി സർവകലാശാലയിൽ അവിടുത്തെ VC-ക്കെതിരെ ഏതാണ്ട് ടീച്ചർക്കെതിരെ നടത്തിയതിന് സമാനമായ രീതിയിലുള്ള പ്രവൃത്തി SFIയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയാണ്. ടീച്ചർ എങ്ങനെ ഈ വാർത്തയോട് പ്രതികരിക്കും? ഇതുവരെ നിർത്തിയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്റെ ആ സംഭവത്തോടു കൂടി ഒരുപാട് അനുഭവങ്ങളുണ്ടായി, ഇവർക്ക് ഒരുപാട് എതിർപ്പുകളുണ്ടായി, അതിന് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ തിരിച്ചടികളുണ്ടായി. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ഈ അഹങ്കാരമാണോ കയ്യിലൂണോ, ഇപ്പതേ ഭരണവും പോയി വെറുതെ ഇങ്ങനെ കൂനിക്കൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചതിന് നല്ലൊരു ഉത്തരവാദിത്വം ഈ ആൾക്കാർക്കുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ഉത്തരവാദിത്വം ഉണ്ട്. അവർക്ക് ആരെയും പേടിയില്ല. അഹങ്കാരം മാത്രമാണ് ഈ കൂട്ടർക്കുള്ളത്, അഹങ്കാരം മാത്രം. അന്ന് എനിക്ക് ആ സംഭവം പാലക്കാട് ഉണ്ടായ ആ സമയം വരെ അവിടെ CPM ഒക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നത്. പക്ഷെ ആ സംഭവത്തിന് ശേഷമാണ് CPM മൂന്നാം സ്ഥാനത്തേക്ക് പോയതും അന്നവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്നതും. അപ്പൊ ഇത്രയും കണ്ടിട്ട് ഇവർക്ക് പാഠം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവരുടെ വിചാരം എന്താണ്? ഇവരാണ് ഇവിടെ മുഴുവനും ഭരിക്കുന്നത്, ഇവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഒരു നല്ല കാര്യത്തിന് ഇവർ ഇന്ന് വരെ പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇവർ എന്തെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പൊ PSCക്കൊക്കെ ജോലി കിട്ടാതെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ. ആൾക്കാർ ചെന്ന് പുല്ല് തിന്നുന്നു തിരുവനന്തപുരത്ത്. ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? എന്തെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നുണ്ടോ? ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ ആഗ്രഹം. അതല്ലാതെ വേറൊന്നുമില്ല. ഇനി ഈ SFI ആയിട്ട് ഇരുന്നിട്ട് കോളേജിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവർ പാർട്ടിയിലേക്ക് എത്ര പേര് വരുന്നുണ്ട്? അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. അവർക്കറിയാം പിന്നെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നും പിന്നീട് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അപ്പൊ എന്തായാലും അന്ന് എന്റെ കാര്യത്തിലെങ്കിലും നല്ലൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇവരുടെ കുറച്ചെങ്കിലും അഹങ്കാരം തീർന്നേനും. കാരണം അന്നും ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ അവര് എല്ലാവരും നിയമസഭയിലും അവിടെ ഇവിടെയൊക്കെ ചർച്ച ചെയ്തതല്ലാതെ ഈ ആൾക്കാർക്കെതിരെ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് ഇത് ആരാ ചെയ്തതെന്നും എന്തിനാണ് അത് ചെയ്യിപ്പിച്ചതെന്നും ഞാൻ അവരോട് ഒരു ദ്രോഹം ചെയ്തിട്ടല്ല. കോളേജിന് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രം 26 കൊല്ലം അവിടെ അധ്യാപിക ആയിരുന്ന സമയത്തും 1 വർഷം പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്തും ചെയ്തിട്ടുള്ളത് മുഴുവനും കോളേജിനും കുട്ടികൾക്കും വേണ്ടിയാണ്. അല്ലാതെ ആർക്കും എതിരെ ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ ആൾക്കാരുടെ അഹങ്കാരത്തിന് ഞാൻ കൂട്ടുനിന്നില്ല. അവർ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിച്ചില്ല. അപ്പൊ ഇതാണ് എല്ലായിടത്തും ഇവരുടെ ആവശ്യം. അതാണ് അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്യണം. അങ്ങനെ അവർ പറയുന്ന പോലെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത്, ആണോ? എങ്കിൽ പിന്നെ ഇവരങ്ങ് ഇരുന്ന് ഭരിച്ചാൽ പോരാ. എന്തിനാണ്? SFI മാത്രം മതിയല്ലോ. കോളേജിലൊക്കെ പ്രിൻസിപ്പൽമാരായിട്ട് അവർ തന്നെ ചാർജ് എടുത്ത് ഭരിക്കട്ടെ. എന്തിനാണ്? അപ്പൊ അന്നൊരു ആക്ഷൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് എടുത്തിരുന്നെങ്കിൽ ഇവരുടെ അഹങ്കാരം കുറച്ചെങ്കിലും കുറഞ്ഞേനെ. എന്നിട്ട് അന്ന് CPM അല്ല ഭരിക്കുന്നത്. CPM ഭരിക്കുമ്പോൾ ശരി എടുക്കത്തില്ല എന്ന് വെക്കാം. പക്ഷെ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നത്. അപ്പൊ ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ ഇവരുടെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും നന്നായിരിക്കും. കാരണം നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത, നമ്മളെ എന്നും വേദനിപ്പിക്കുന്ന ചില സംഭവങ്ങളാണതേ. അതുകൊണ്ടാണ്. വളരെ നന്ദി ടീച്ചർ ഈ ഘട്ടത്തിൽ അഭിപ്രായം വ്യക്തമാക്കിയതിന്.